അല്ല, തുടക്കം മുതൽക്ക് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് MSC എൽസ കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള സമീപനമാണ് ഈ കമ്പനിക്ക് ഈ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ വന്ന് എന്ത് കാണിച്ചിട്ട് പോയാലും ഇവിടെ യാതൊന്നും സംഭവിക്കില്ല എന്ന അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ കൃത്യമായ ഏതെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന്റെയോ കൃത്യമായ ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയെങ്കിലും ഇത് നടക്കുമോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് എല്ലാ ഈ പറയുന്ന കടലിന്റെ ഈ പറയുന്ന സ്വാഭാവികതയ്ക്ക് ഭീഷണിയാകുന്ന, ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന, പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഭീഷണിയാകുന്ന, അങ്ങനെ എല്ലാ തരത്തിലും ഭീഷണിയാകുന്ന ഒരു ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് നമ്മൾ അവരുടെ കണക്കനുസരിച്ച് തന്നെ ഏകദേശം കപ്പലിന്റെ ഉള്ളിൽ തന്നെ 367 ടൺ സൾഫർ കടന്ന ഡീസലും അതോടൊപ്പം തന്നെ 87 ടൺ മറ്റ് ഇന്ധനങ്ങളും ഇപ്പോഴും കപ്പലിലുണ്ട് എന്ന് കപ്പലിന്റെ തന്നെ നിഗമനമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം 1-2 കിലോമീറ്ററുകളോളം എന്ത് ചെയ്തിരിക്കുന്നു, ഈ പറയുന്ന പെട്രോളും ഡീസലും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, പാടയായിട്ട് കടലിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കടലിലേക്ക് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടലിന്റെ സ്വാഭാവികതയും അല്ലെങ്കിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകരുന്ന തരത്തിലേക്ക് ഈ ഒരു എണ്ണ ചോർച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്ത് ചെയ്യുന്നില്ല, സർക്കാർ ശക്തമായ നടപടികൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം തരികയും അതിന്റെ അതേ കമ്പനിയുടെ ഒരു കപ്പൽ ഇവിടെ പിടിച്ചിടാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ MSC എൽസ കപ്പലിന്, അതായത് ഈ പറയുന്ന വിദേശത്ത് നിന്ന് വന്ന ഈ കപ്പലിന് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം 200 ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ എടുക്കുവാനും അധികാരമുള്ള നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തില് ഈ പറയുന്ന കപ്പൽ കമ്പനിയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുട്ടുമടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിനകത്ത് നമ്മൾ വ്യക്തമായി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അതായത് നമ്മളെന്നറിയാം ലോകത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വൻകിട തുറമുഖങ്ങളും അല്ലെങ്കിൽ കപ്പൽ ചാനലുകളുമുള്ള നൂറുകണക്കിന് രാജ്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ലോകത്തൊരിടത്തും എന്തില്ല, ഇത്തരത്തിൽ അതായത് ഈ ഒരു കപ്പൽ ദുരന്തമുണ്ടായാൽ ആ കപ്പൽ കമ്പനി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരുന്നാൽ കർശന നടപടികൾ അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇവിടെ ഇതിന്റെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയും ഒക്കെ തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചത് FIR പോലും രജിസ്റ്റർ ചെയ്യാതെ ക്ലൈം എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ശക്തമായ പ്രതിഷേധം കൊണ്ടും അതല്ലാതെ ഈ പറയുന്ന ഈ കപ്പലിൽ നിന്ന് ഉയർന്ന കണ്ടെയ്നറുകൾ ഇപ്പോഴും ഈ പറയുന്ന പല തീരദേശത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം തന്നെ കപ്പൽ കമ്പനി തന്നെ പറഞ്ഞെന്താണ്, ഇത് അപകടകരമായ രീതിയിൽ തീപിടുത്തങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാരകമായിട്ടുള്ള വിഷവസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് അല്ലെങ്കിൽ കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട്. പോലീസ് ഇട്ട FIR-ലും അല്ലെങ്കിൽ എറണാകുളം കൊച്ചി കോസ്റ്റൽ പോലീസ് ഇട്ട FIR-ലും ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇതിനെതിരായിട്ട് ഈ പറയുന്ന അവരെ കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാനും മാതൃകാപരമായിട്ട് അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്തുവാനും ഇതുവരെയായിട്ടും കേരള ഗവൺമെന്റ് അലംഭാവം കാണിക്കുന്നു. ഇവിടെ കേരള ഗവൺമെന്റ് എന്തിനെയോ പേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തിനെയോ പേടിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു ഒരു അവസ്ഥയാണുള്ളത്. ഇത് വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. നമുക്കറിയാം നമ്മുടെ തീരദേശങ്ങൾ, ഒരുപാട് തീരദേശമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ തീരദേശത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം, ഈ കടലിനെ ഉപജീവനമാക്കിയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കടലിന്റെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണികൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ആവശ്യമാണ്. അതിന് ഇച്ഛാശക്തിയോടുകൂടിയുള്ള നടപടികളാണ് ആവശ്യം. അതല്ലാതെ ഈ പറയുന്ന കമ്പനിയുടെ മുമ്പിൽ മുട്ടുമടക്കി നിന്നുകൊണ്ട് കമ്പനിയുടെ ദാസന്മാരായി നിൽക്കുന്ന സമീപനത്തിൽ നിന്നും സർക്കാരുകൾ പിൻവാങ്ങണം. ശക്തമായ നടപടിയാണ് നമ്മുടെ കേരളം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.